ഹായ് നമസ്കാരം, കോൾ മീ കാരൂസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എവിടെ പോകാനായി തയ്യാറെടുപ്പൊക്കെയാണ്. സംഭവം ഞങ്ങളിന്ന് ഒരിടം വരെ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എവിടെയാണെന്ന്. അതെ, എൻ്റെ 8 മന്ത് ചെക്കപ്പാണ്. അപ്പോൾ നമ്മൾ ഫുൾ പ്ലാൻഡ് ആയിട്ടാണ് പോകുന്നത്, എല്ലാ തയ്യാറെടുപ്പും കൂടി. കാരണം അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ തയ്യാറെടുപ്പ് നല്ലതാണല്ലോ. അപ്പം ഞങ്ങൾ ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനിയൻ്റെ പുത്രൻ ഉറക്കമെഴുന്നേറ്റൊക്കെ വന്നിട്ടേ ഉള്ളൂ. എൻ്റെ പുത്രി സ്കൂളിൽ പോകാനായിട്ട് തയ്യാറായിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. പിന്നെ അനിയത്തി വന്നിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡും അനിയത്തിയും പിന്നെ ഞങ്ങളുടെ വണ്ടി കൊണ്ടുവന്ന പയ്യനും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയായിട്ടൊക്കെ അവർ തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ വണ്ടി കൊണ്ടുവന്ന പയ്യനും, അതായത് കിച്ചു ചന്ദ്രാനിയാണ്, പറപ്പിച്ചിവിടെ വാപ്പാന്നൊക്കെ പറഞ്ഞപ്പോൾ കിച്ചു പറഞ്ഞ് മെയിൻ റോഡ് ഇറങ്ങട്ടെ എന്നിട്ട് പറപ്പിക്കാം, ഇവിടെ പറപ്പിച്ചാൽ ശരിയാവത്തില്ല എന്നൊക്കെ കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിതാ മെയിൻ റോഡ് എത്തി. ഞങ്ങളിങ്ങനെ പറപ്പിച്ച് വിടുവാണ്. അടുത്ത കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുക എന്നുള്ളതാണ്. ഇന്ധനം നിറയ്ക്കാനായിട്ട് നമ്മൾ കല്ലറുള്ള തന്നെ നമ്മുടെ ഒരു പമ്പിൽ കയറിയിട്ടുണ്ട്. പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഏത് ഹോസ്പിറ്റലാണ് പോകുന്നതെന്നുള്ളത് അല്ലേ. നിങ്ങൾക്ക് അതിൻ്റെ എൻട്രൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്. ഇപ്പോൾ ഏറെക്കുറെ ഉള്ളവർക്ക്, അതായത് ഞങ്ങളുടെ ഈ ട്രിവാൻഡ്രം ലൊക്കാലിറ്റി, അതായത് വെഞ്ഞാറമൂട് ആ സ്ഥലത്തേക്കുള്ളവർക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും ഇത് ഏതാണ് ഹോസ്പിറ്റൽ എന്നുള്ളത്. യെസ്, ഇതാണ് ഹോസ്പിറ്റൽ. എൻ്റെ മോളെ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ. ഗോകുലം മെഡിക്കൽ കോളേജാണ് വെഞ്ഞാറമൂട്. എൻ്റെ മൂത്താളുടെയും ഒരു 8 വർഷത്തിന് മുന്നേ ആയിട്ട് ഞാനിവിടെ തന്നെ ആയിരുന്നു. 2018 ഒരു ജൂൺ ടൈമിലായിരുന്നു. ആ സമയത്ത് ഞാൻ മോളെ ഇവിടെ ആയിരുന്നു ഡെലിവറി കഴിഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഇളയാളെയും ഞാൻ SITയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ ഗോകുലത്തിലോട്ട് മാറുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഗോകുലത്തിലാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ ഇറങ്ങി ഹോപ്പിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ചാടി കയറി നിൽക്കുവാണ്. ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാം എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എൻട്രൻസിലൂടെ അകത്തോട്ട് പോവുകയാണ്. പോയി ഡോക്ടർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കാനിങ്ങും മറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സ്കാനിങ് റൂമിലോട്ടാണ് പോകുന്നത്. പോയി രജിസ്ട്രേഷൻ കഴിഞ്ഞു, സ്കാനിങ്ങിന് വന്നു. അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ സ്കാനിങ്ങിനായിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ കയറി നിൽക്കുന്ന വിളിച്ചു. സ്കാനിങ് കഴിഞ്ഞ് സ്കാനിങ് തീർന്ന് ഞാൻ റെഡിയായി പുറത്തിറങ്ങുന്നുണ്ട്. റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും നല്ല ഹോസ്പിറ്റലാണ്. നമുക്കൊന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറങ്ങിയപ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബേബി ഓക്കെ ആണ് എന്നാണ് എനിക്ക് അപ്പം മനസ്സിലായത്. അത് നോക്കിയപ്പോൾ പിന്നെ അപ്പം തന്നെ അവിടെ നല്ല ക്യാൻറ്റീനടുത്തായതുകൊണ്ട് തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയൊരു കോഫിയും നല്ലൊരു എഗ് പപ്സും കഴിച്ചു. ഇനി എന്തോ എന്നെക്കുറിച്ച് കാര്യമായി ചേട്ടനോട് പറയുന്നുണ്ട്. ഇനി തിരിയത്തില്ല, കാരണം വീഡിയോ എടുക്കുന്നത് മനസ്സിലായി. ഇനി തിരിയത്തില്ല. അതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ ഡോക്ടർ വന്നിട്ടുണ്ട്. ലക്ഷ്മി മാമാണ് എൻ്റെ ഡോക്ടർ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗാണ്. അപ്പോൾ വീഡിയോയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വലിച്ച കെണിയിലൂടെ അതിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്നോട് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മാറ്റിയില്ല കേട്ടോ. അതിനുശേഷം കയറി ഡോക്ടറെ കണ്ടു. ഞങ്ങൾ തിരിച്ചിറങ്ങി. ഡോക്ടർ പറഞ്ഞു ഇനി അടുത്തൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡെലിവറിക്കുള്ള ഡേറ്റ് ഇടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലിരിക്കുവാണ്. അപ്പോഴത്തേക്കുമാണ് മനസ്സിലായി അകത്ത് കയറിയപ്പോൾ ഒന്നും അറിയാത്തതായിരുന്നു. പുറത്താണെങ്കിൽ മഴയോട് മഴ. അതിനുശേഷം ഇങ്ങനെ മഴയൊക്കെ കാത്ത് നിൽക്കുവാണ് ഇങ്ങനെ. അപ്പം ഞങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചു വണ്ടി കൊണ്ട് വരുന്നവരെ മഴയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുവാണ്. ആഹാ, എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം. വണ്ടി വന്ന് നമ്മൾ കിച്ചുമായിട്ടില്ല ഞങ്ങൾ തിരിച്ചു കേട്ടോ.
ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ചെരുപ്പ് അത്യാവശ്യം ഹീൽസ് ഉള്ളതായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളുടെ കല്ലറുള്ള തന്നെ ചെരുപ്പ് മേള എന്ന് പറയുന്നൊരു ഷോപ്പിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒത്തിരി ഫ്ലാറ്റായിട്ടൊരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകണം. അപ്പോൾ മോള് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അവൾക്ക് ടിഫിൻ ബാഗ് വേണമെന്നുള്ളത്. അപ്പോൾ കറക്റ്റ് തേടിയ വള്ളി കാലി ചുറ്റി എന്നതുപോലെ തന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ടേസ്റ്റ് ആൻഡ് പാർക്ക്, അതായത് കല്ലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ കയറി. തൊണ്ടവേദന, തലവേദന എല്ലാം ആയിട്ട് കൂടി ഞാൻ ഷാർജയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇതാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ച ചെരുപ്പ്, മോക്ക് മേടിച്ച ടിഫിൻ ബാഗ്, ഇതെല്ലാം വാങ്ങിച്ച് അതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു. ഇതോടെ ഇന്നത്തെ വ്ളോഗും കഴിഞ്ഞു. അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത ദിവസം വരാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.